തോക്കുബാല സിനിമാ നടൻ ബാലയുണ്ടല്ലോ, ഒന്നാം തരം ഫ്രോഡാണ് കേട്ടോ. ഫ്രോഡെന്ന് പറഞ്ഞാൽ ലോക ഫ്രോഡ്. ഇയാൾ കുറച്ച് നാൾ മുമ്പേ മോഹൻലാല്, ഞാൻ പറയുന്നില്ല, അയാളുടെ ലാലേട്ടനെ ആരാണ്ട് കളിയാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു യൂട്യൂബറിനെതിരെ തോക്കെടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്തു. അയാൾ യഥാർത്ഥത്തിൽ തോക്കുമായിട്ട് പോയത് തന്നെയാണ്. അത് ഇവിടുത്തെ പോലീസ് മുക്കി. പോലീസ് അന്വേഷിക്കാൻ തയ്യാറല്ലായിരുന്നു. അന്വേഷിക്കാൻ വേണ്ടി ചെല്ലുന്ന ഒരാഴ്ച കഴിഞ്ഞൊക്കെ അപ്പോൾ തോക്കുമായിട്ട് ബാല ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, ഇങ്ങനെ കയറി ചെല്ലുമ്പോഴേ തോന്നുന്നുണ്ട്. അങ്ങനെയൊന്നും ഇരുന്നില്ലാത്തതുകൊണ്ട് പുള്ളിയെ പിടിച്ചുമില്ല, അതിനകത്തൊരു അന്വേഷണവും ഇല്ല, പരിപാടി തീർന്നു. പുള്ളിയുടെ ഒരു ക്വാളിറ്റിയും ചിന്താഗതിയും പുള്ളിയുടെ ഒരു ബോധവും വിവരവും അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ അതിൽ തന്നെ വ്യക്തമാണ്. അന്നേരം ഇപ്പോൾ പുള്ളിയെ കുറേ സപ്പോർട്ട് ചെയ്യാൻ കുറേ ലാലേട്ടൻ ഫാൻസും കുറേ ഊച്ചാളികളും മരപ്പാടുകളും തെണ്ടികളും എല്ലാം കൂടെ ഉണ്ടായിരുന്നു. അത് അമ്മാരുടെ പരിപാടി ഏതാണല്ലോ, ഹീറോയിസം, കട്ട ഹീറോയിസം, ഹീറോയിക് മൊമെൻറ്റ്. ഇപ്പം കണ്ട അമൃത സുരേഷൊക്കെ വന്ന ഓരോ കാര്യങ്ങൾ പറയുന്ന കേട്ടോ, നമ്മൾ ഞെട്ടിത്തെരിച്ചു പോകും. പുള്ളിക്കാരിനെ ഇടിച്ച് പത വരുത്തി. പുള്ളിക്കാരി ഇപ്പോഴും അതിന് ചികിത്സ എടുക്കുകയാണ്. ഇൻ്റർണൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ചികിത്സ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയാണ്. അത് പോരാഞ്ഞിട്ട് ബാലയുടെ മോള് അപ്പോൾ പറയുന്നതെല്ലാം നുണ, അപ്പോൾ ഒന്നാം തരം നുണയനാന്നുള്ള കാര്യം പറയുന്നു. അതിപ്പോൾ കേൾക്കുന്നവർക്ക് ബുദ്ധിയുള്ളവർക്കെല്ലാം മനസ്സിലാകും പുള്ളി പറയുന്ന നുണയാണ്. ഇതേപോലെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു മനുഷ്യൻ ഈ ലോകത്ത് വേറെ ഇല്ല, കേരളത്തിൽ വേറെ ഇല്ല. പുള്ളി എന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ, പുള്ളിയുടെ ചോദിക്കുന്ന കാര്യത്തിന് നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമൊക്കെ പുള്ളി പറഞ്ഞിരിക്കും. ഞാൻ എൻ്റെ പെൺമക്കളോട് മിണ്ടത്തില്ല, എനിക്ക് സങ്കടം വന്ന് എന്നൊക്കെ പറയും, എനിക്ക് സങ്കടമാണ്. പുള്ളി അങ്ങ് സെൻറ്റിമെൻറ്റ്സ് അടിച്ച് കയറ്റി ആൾക്കാരെ പറഞ്ഞ് പറ്റിച്ച് ജീവിക്കാൻ നോക്കുക. ആൾക്കാരുടെ അടുത്തൊരു സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് സെൻറ്റി അടിച്ച് ഇങ്ങനെ ഇരിക്കും. അയാളുടെ ഫാൻസ് ഏതൊക്കെ ഇങ്ങനെ സിനിമയുണ്ടോ അതും ഇല്ല. ഫാൻസ് എന്ന് പറയാൻ വേണ്ടി അയാൾക്ക് ഇപ്പോൾ സിനിമ പോലും ഇല്ല. അമൃത സുരേഷ് പറഞ്ഞൊരു കാര്യം കറക്റ്റാണ്. പുള്ളിക്കാരി പറഞ്ഞ ഇതാണ്, എന്നെ അയാൾ ഇടിച്ച് ശരിയാക്കി, ഇയാൾ കള്ള് കുടിച്ച് കരളെല്ലാം പോയതിന് അതിന് കരൾ മാറ്റി വെക്കുന്ന ഇവിടെ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കാനുണ്ട്. അയാളുടെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി ചിന്തിക്കാൻ, അയാൾ എന്തുതരം മനുഷ്യനാണെന്ന് ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നുള്ള കാര്യം. ഇയാൾ ആദ്യം പോയി അവിടെ കച്ചറ കാണിച്ചാൽ നിമിഷമേ ഇയാളെ മനസ്സിലാക്കണം ഇയാളൊരു ഫ്രോഡാണ്, ഇയാളൊരു ഊളയാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് ചോദിക്കും പുള്ളി വേറെ എന്തൊക്കെ പറയുക. ആൾക്കാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വിട്ടിട്ട് പൊട്ടച്ചിരിയൊക്കെ ചെയ്യിച്ചു എന്തോ മനുഷ്യനാണെന്ന് ഇയാൾ കൂട്ടിയിട്ടെന്ന് പെങ്കൊച്ചിനെയൊക്കെ. നല്ലവനായ ഉണ്ണിയാ, ഭയങ്കരനാ. ഇയാളൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഫാൻസിൻ്റെ ഒരു ബുദ്ധി നിലവാരവും ലെവലും ഒക്കെ ഭയങ്കരമാട്ടോ. ലാലേട്ടന് വേണ്ടി ചോദിക്കാൻ പോയിരിക്കുന്നു. ഇവൻ്റെ കാര്യം ചോദിക്കാൻ പോകുന്നില്ലാത്തതുകൊണ്ട് ഇവൻ്റെ കുടുംബത്തിൽ കയറി ആരും ഇടപെട്ട് കഴിഞ്ഞാണ്ടല്ലോ ഇതിനെക്കാണ്ട് വലിയ പ്രശ്നം നാളെ മീഡിയ കാണേണ്ടി വരും, കേരള ജനത കാണേണ്ടി വരും. ഇവിടെ സിനിമാ താരങ്ങൾ വലിയ ഉണ്ടയാണല്ലോ, അതുകൊണ്ട്. അല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. ചുമ്മാ ഓരോ കേസ് കിട്ടിങ്ങനെ പറയുക, വായിച്ചത് കോതക്ക് പാട്ടെന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ അങ്ങ് വിളിച്ചു പറയുക. അയാളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അയച്ച് ഉത്തരവില്ല, അതുകൊണ്ട് അയാൾ വേറെ എന്തെങ്കിലും സെൻറ്റി അടിക്കും, സെൻറ്റി. എന്നിട്ട് അയാൾ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കും ആൾക്കാരെ. അതിനകത്ത് വിഷയം മാറ്റി കുറച്ച് പൊട്ടച്ചിരിയും ചിരിച്ച് ഏതാണ്ടൊക്കെ പറഞ്ഞ് അങ്ങ് രക്ഷപ്പെടാൻ നോക്കുക. പുള്ളിയുടെ മുഖത്ത് നോക്കി അറിയാം പുള്ളി ഒന്നാം തരം ഫ്രോഡാണ്. അത് ഇവിടെയുള്ള കുറേ പൊട്ടന്മാർക്കും പുള്ളിയുടെ ഫാൻസാണെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ പേർക്കും മനസ്സിലാകുന്നില്ല. പുള്ളിയുടെ ഫാൻസല്ല, മോഹൻലാൽ ഫാൻസാണ് പുള്ളിയെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. മോഹൻലാൽ ഫാൻസ് പിന്നെ പണ്ടേ ഇല്ല, ഒന്നുമില്ല. എന്നിട്ട് വലിയ മാന്യം ചമ്മഞ്ഞ് എല്ലായിടത്തും വന്നിരുന്ന വലിയ ഡയലോഗ് അടിയാണ് എല്ലായിടത്തും വന്നിരുന്നത്. എല്ലാത്തിനെയും കുറിച്ച് പുള്ളിക്ക് അഭിപ്രായമുണ്ട്. കള്ളും കുടിച്ച് വീട്ടിൽ വന്ന് പെണ്ണുമ്പിള്ള ഇടിച്ച് മകളെയും തൊഴിച്ച് അടുക്കളയിലും പൂട്ടിയിട്ട് ശരിപ്പെടുത്തുന്നതിൻ്റെ ഡയലോഗാണ് ആൾക്കാർക്ക്. ഹീറോയ്ക്ക് വാക്കുകൾ, ഹീറോയ്ക്ക് പ്രസൻറ്റേഷൻ, ഹീറോയിസമൊക്കെ ഇമാതിരി നാറിയൊക്കെ. പിന്നെ വന്നിരുന്ന് മീഡിയ ഫേസ് ചെയ്ത് പറയുന്ന ഡയലോഗ് കേട്ട് കഴിഞ്ഞാണല്ലോ, മീഡിയ ഫേസ് ചെയ്യാനുള്ളൊരു ഉളുപ്പില്ലായ്മ ഉണ്ടല്ലോ, അത് പുള്ളിക്ക് പണ്ടേ ഉണ്ട്. പണ്ട് പുള്ളി യൂട്യൂബറൊക്കെ വെടിവെച്ച് കൊല്ലാന്നൊക്കെ ഒരു കാര്യം പറയുന്നത്. അത് നേരപ്പോഴും പുള്ളി ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. പുള്ളി പറയുന്ന കാര്യം വേറെ, പുള്ളി പ്രവർത്തിക്കുന്ന കാര്യം വേറെ. പോലീസ് പിന്നെ സാധാരണ ചില പോലീസുകാർ കുഞ്ഞു നീക്കത്തേ ഉള്ളൂ, കാശുള്ളവരുടെ അടുത്തും പണമുള്ളവരുടെ അടുത്തും. അതേ പരിപാടി ഇവിടെ കാണിച്ചു. കേസ് കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അന്വേഷണമോ ഇല്ല, ഒന്നുമില്ല. ബാല തോക്ക് മുക്കി അതൊക്കെ ഒരാൾ ചെയ്യും. അയാൾ തന്നെ മണ്ടനാണോ? അപ്പോൾ ഇതണ്ടേ, കേസും ഇല്ല, ഒന്നുമില്ല, പരിപാടി നിർത്തി, പരിപാടി തീർത്തു. അതാണ് ഇവിടെ സംഭവിച്ചത്. പെമ്മക്കളൊക്കെ പിടിച്ചിട്ട് ഇടിക്കുക, അടുക്കളയെ പൂട്ടിയിടുക, ഭക്ഷണം കൊടുക്കാതിരിക്കുക, ടോർച്ചർ ചെയ്യുക, ഇതൊക്കെയാണ് പുള്ളിയുടെ പരിപാടി. ഈ വന്നിട്ട് ഇയാളുടെ വലിയ തള്ള്, ഞാൻ പെമ്മക്കളോട് ഞാൻ തർക്കിക്കാറില്ല, ഭയങ്കര ബഹുമാനമാണ്. ഇത് ഒരു പൊതുവായിട്ടുള്ള സ്വഭാവമാണ് ചില ആൾക്കാരുടെ. ഇങ്ങനെ വന്ന് സെൻറ്റിമെൻറ്റ്സ് അടിക്കുക, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക. തർക്കിച്ചു കഴിഞ്ഞാൽ അവൾ പിന്നെയും വിളിച്ചു പറയും, അതുകൊണ്ട് കാര്യങ്ങൾ വഷളാകത്തേ ഉള്ളൂ. അവർക്ക് അവരുടെ മക്കളെയൊക്കെ വലിയ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികളെ, പെൺമക്കളെയൊക്കെ. ഞാൻ ഇവിടെ കണ്ടപ്പോൾ എമിനം എന്ന് പറയുന്നൊരു റാപ്പറുണ്ട്, ഇച്ചിരി ഓൾഡ് സ്കൂളാണ്, ഇച്ചിരി പഴയ ആളാണ്. പക്ഷേ ലോകം അറിയപ്പെടുന്ന റാപ്പർമാരിൽ പുള്ളിയാണ് ഒന്നാമത്. പുള്ളിയുടെ മകൾക്ക് വേണ്ടി ഒരു പാട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. Hush little baby, don't you cry, everything's gonna be alright. Stiffen that up a lip up, little lady, I told you, daddy has to hold you through the night. ഉണ്ട്, കിടിലല്ലേ? ശുദ്ധസംഗീതം മരിച്ചു. പറഞ്ഞു വരുമ്പോഴേ ഇങ്ങനെ തള്ളു മാത്രമേ ഉള്ളൂ, ഇങ്ങനെ ആരാധിക്കുന്ന കുറേ പൊട്ടന്മാരും ഉണ്ട്. അതാണ് ഇയാളുടെ അവസ്ഥ. എന്തോ മനുഷ്യനാണ് ഇയാളൊക്കെ. അയാളെ തോക്കുമായിട്ട് ചെന്നപ്പോൾ അയാളെ മനസ്സിലാക്കണമായിരുന്നു.